ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നോൺ സ്റ്റിക്ക് പാൻ വൃത്തിയാക്കുന്നതാണ്. അത് കണ്ടോ, ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോയാണ്. ഇത് വൃത്തിയാക്കിയതിന് ശേഷം എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിയേ. അപ്പം നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് റെഡിയാക്കുവാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഇവിടെയൊക്കെ നിറച്ച അഴുക്കാണ്. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് നിറച്ച് ഇതുപോലെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ കരിയും ഒക്കെ പിടിച്ച് വികൃതമായിട്ടിരിക്കുകയാണ് നോൺ സ്റ്റിക്ക് പാന്. നമ്മളിത് സിമ്പിളായിട്ട് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. അത് ഒരൊറ്റ സാധനം മതി നമുക്കത് വൃത്തിയാക്കാനായിട്ട്. നമ്മൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് ജസ്റ്റ് അതൊന്ന് ഉപയോഗിച്ച് തൊട്ടൊന്ന് അതിനായിട്ട് ഉപയോഗിക്കുന്ന കോൾഗേറ്റാണ്. കോൾഗേറ്റ് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു പല്ല് തേക്കാൻ മാത്രമല്ല ക്ലീനിങ്ങിലും ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് കോൾഗേറ്റ്. ബേക്കിംഗ് സോഡയൊക്കെ ഇപ്പം ഞാൻ കോൾഗേറ്റാണ് എടുക്കുന്നത്. കോൾഗേറ്റ് ഞാൻ കുറച്ച് കോൾഗേറ്റ് ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലായിടവും ഒന്ന് പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ട് എല്ലായിടവും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ കോൾഗേറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഡിഷ് വാഷോ അതുപോലെ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. കോൾഗേറ്റ് കൊണ്ട് മാത്രം നമ്മളുടെ നോൺ സ്റ്റിക്ക് പാൻ വളരെ പുത്തൻ പോലെ ആക്കുവാനായിട്ട് സാധിക്കും. കണ്ടോ, ഇതുപോലെ കുറച്ച് കോൾഗേറ്റ് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. കുറച്ച് നേരം ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നല്ല പുത്തൻ പോലെ ആക്കുവാനായിട്ട് സാധിക്കും നമ്മളുടെ നോൺ സ്റ്റിക്ക് പാന്. കോട്ടിങ് നോൺ സ്റ്റിക്ക് പാൻ കോട്ടിങ് ഒരു സ്വല്പം പോയാൽ പോലും നമ്മൾ പിന്നെ അത് ഉപയോഗിക്കരുത്. അറിയാമല്ലോ, കോട്ടിങ് നമ്മളുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. നമ്മളുടെ ഹെൽത്തിന് അത് വളരെ ദോഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിക്ക് കൊണ്ട് മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് കോട്ടിങ് പോകാത്ത നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നത്. ഇത് നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണല്ലോ. മീൻ വറുക്കുവാനും അതുപോലെ തോരൻ വയ്ക്കുവാനും ദോശ ഉണ്ടാക്കുവാനും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന പാനാണല്ലോ നോൺ സ്റ്റിക്ക് പാൻ. ഞാൻ ഈ നോൺ സ്റ്റിക്ക് പാനിലാണ് ചപ്പാത്തി, ദോശ, അതുപോലെ ചിലപ്പോഴൊക്കെ മെഴുക്ക് പുരട്ടികൾ, കറികൾ, അതുപോലെ തന്നെ മീൻ വറുക്കുന്നത്, ഇറച്ചി വറുക്കുന്നത് ഒക്കെ നോൺ സ്റ്റിക്ക് പാനിലാണ്. നമുക്ക് എണ്ണ കുറച്ച് മതി. അതോടൊപ്പം തന്നെ മീൻ വറുക്കാനൊക്കെ ആണെങ്കിലും കുറച്ച് എണ്ണ മതി. അതുപോലെ ദോശ ഉണ്ടാക്കാനാണെങ്കിലും എണ്ണ തൂത്ത് കൊടുക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പക്ഷെ നമ്മളത് സൂക്ഷിച്ചാൽ നമുക്ക് ഒത്തിരി നാൾ നമ്മൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് നമ്മളത് കഴുകുന്ന ഇതുപോലെ പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ടോ സ്പോഞ്ച് കൊണ്ടോ ഒക്കെ മാത്രം, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് നെറ്റ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ കഴുകുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ചും കഴുകാം. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ച് നമ്മൾ ഉൾഭാഗം ഒരിക്കലും പുറം ഭാഗം തേച്ച് കൊടുത്താലും ഉൾഭാഗം ഒരിക്കലും അതുപോലെ ചെയ്യരുത്. അപ്പോൾ നമ്മളുടെ കോട്ടിങ് ഇളകും. അങ്ങനെയാണ് നമ്മളുടെ അതുപോലെ തന്നെ ഒത്തിരി ചൂടോടെ ഉപയോഗിച്ചിട്ട് ഒത്തിരി ചൂടോടെ വെള്ളത്തിലേക്ക് ഇടരുത്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും കോട്ടിങ്ങിന് പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടാകും. ഇനി ഞാൻ രണ്ട് നോൺ സ്റ്റിക്ക് പാനിലും ഈ കോൾഗേറ്റ് പേസ്റ്റ് തേച്ച് കൊടുത്തു. അതിനുശേഷം ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നമ്മളുടെ ആ പേസ്റ്റ് തൂത്തത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒത്തിരി ഒന്നും ചൂടാക്കണ്ട. ചെറുതായിട്ട് 2 ഭാഗവും ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് കഴുകി ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാനത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒത്തിരി വലിയ ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കണ്ട. ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് എല്ലായിടവും ഒന്ന് ചൂടാക്കി എടുക്കുക ആ പേസ്റ്റ് തൂത്തതിന് ശേഷം. അതിനുശേഷം നമ്മൾക്ക് അത് കഴുകി എടുക്കാവുന്നതാണ്. അങ്ങനെ 2 നോൺ സ്റ്റിക്ക് പാനും ഞാൻ ഇതുപോലെ പേസ്റ്റ് തൂത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. രണ്ടും ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കുമ്പോൾ നമ്മളുടെ ആ പേസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂടാകുമല്ലോ ആ നോൺ സ്റ്റിക്ക് പാനിലിരുന്ന്. അപ്പോൾ തന്നെ നമ്മളുടെ അതിലുള്ള ആ കറകളും എണ്ണയും ഒക്കെ പെട്ടെന്ന് ഇപ്പം ഞാൻ തേച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ പുറം ഭാഗം വൃത്തിയായി. കണ്ടോ, ആ പേസ്റ്റ് തേച്ചപ്പോൾ തന്നെ അത് ഒത്തിരി കരിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണല്ലോ നേരത്തെ. ഇനി നമ്മൾക്കത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു വാഷ് ബേസിനിലേക്ക് വെച്ച് നമ്മളുടെ ആ നോൺ സ്റ്റിക്ക് പാൻ
നൈലോൺ നെറ്റ് കൊണ്ട്, പ്ലാസ്റ്റിക് നെറ്റ് കൊണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. നമ്മളുടെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ആ പേസ്റ്റ് മുഴുവൻ ഇങ്ങനെ തേച്ച് കഴിയുകയാണ്. നമ്മൾക്ക് പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. അതിലുള്ള അഴുക്കുകളും അതോടൊപ്പം തന്നെ അതിലുള്ള പുറം ഭാഗത്തുള്ള ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയും അഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പോയി കിട്ടും എന്നുള്ളതാണ് ഈ പേസ്റ്റിൻ്റെ ഗുണം. നമ്മൾ വേറെ ഡിഷ് വാഷോ സോപ്പോ ലിക്വിഡ് സോപ്പോ ഒന്നും ഉപയോഗിച്ചില്ല. നിങ്ങൾ കണ്ടല്ലോ, വേറെ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ കോൾഗേറ്റ് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ആ നോൺ സ്റ്റിക്ക് പാൻ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ, നമ്മളുടെ ദോശത്തവ ഏകദേശം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് തീർന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. അതിൻ്റെ ആ പിടിഭാഗത്തും പെട്ടെന്ന് കരി പിടിക്കും. കരിയല്ല, തുരുമ്പ് പോലെയൊക്കെ പിടിച്ചിരിക്കും. ഇപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കുകയാണ്. കണ്ടോ അതിൻ്റെ എണ്ണമെഴുക്കും അതുപോലെ തന്നെ ഈ ദോശത്തവയിൽ ഞാൻ എണ്ണ ഉപയോഗിക്കാറേ ഇല്ല. എന്ന് വെച്ചാൽ അത് ദോശ ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെയാണ്. എന്നാലും അതിനകത്ത് അപ്പടി അഴുക്കും അതുപോലെ തന്നെ ഈ ചൂടിൻ്റെ ആയിരിക്കാം, ചൂട് കൊണ്ടായിരിക്കാം. പിന്നെ പൊടിയൊക്കെ പിടിച്ച് അത് അപ്പടി കറയായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അത് ഞാനങ്ങനെ വൃത്തിയാക്കി എടുത്തു. കണ്ടോ, പുത്തൻ പോലെ ഇരിക്കുന്ന കണ്ടോ നമ്മളുടെ ദോശത്തവ എങ്ങനെ ഇരുന്നതാണ് നിങ്ങൾ കണ്ടല്ലോ. പുറം ഭാഗമാണെങ്കിലും വൃത്തിയായിട്ട് തന്നെ കിട്ടി. ഇനി നമ്മൾക്ക് മറ്റേ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ഒന്ന് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാൻ. ഇപ്പോഴും ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്, എന്നാലും ചൂടുണ്ട്. പെട്ടെന്ന് അങ്ങ് ചൂടായി. കണ്ടോ, ആ ചൂടോടുകൂടി തന്നെ ചെറുതായിട്ട്, വലിയ ചൂടൊന്നുമില്ല, കൂടുതൽ ചൂടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ അത് ആ കോട്ടിങ്ങിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ കണ്ടോ, ആ ഭാഗം, ആ പിടിഭാഗമൊക്കെ എത്ര പെട്ടെന്നാണ് വൃത്തിയായെന്ന് നോക്കിയേ. അതെങ്ങനെ ഇരുന്നതാണ്, അപ്പടി അഴുക്ക് പിടിച്ച്. ഇതൊക്കെ പിന്നെ മീൻ വറുക്കുന്ന പാത്രങ്ങളും ഇറച്ചി വറുക്കുന്നതൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന, അതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഈ കുഴിവുള്ള ഈ നോൺ സ്റ്റിക്ക് പാൻ. അതുകൊണ്ട് തന്നെ നിറച്ച് എണ്ണമഴുക്കും അതുപോലെ തന്നെ ഈ ചൂടിൻ്റെ അഴുക്കും കരിയും ഒക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കുകയായിരുന്നു. കണ്ടോ, എത്ര പെട്ടെന്നാണ് അതിൻ്റെ പുറം ഭാഗമൊക്കെ വൃത്തിയാക്കി കിട്ടിയത്. ഉണ്ടോ, ഇത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് പോലുമില്ല. ആ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ നമ്മളെ ഇത് പാനൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് മാത്രം ഒന്ന് ഓടിച്ചു കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് പുത്തനായി കിട്ടും നമ്മളുടെ നോൺ സ്റ്റിക്ക് പാൻ. അതുകൊണ്ട് നമ്മളുടെ പേസ്റ്റ് വളരെ മിടുക്കനാണ്. ഇതിനൊക്കെ പേസ്റ്റ് കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളാണ് ഉള്ളത്. ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. പേസ്റ്റും കണ്ടോ വളരെ പുത്തനായി. ഉണ്ടോ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നമ്മൾ നേരത്തെ ഉപയോഗിച്ച നമ്മൾ ആ എണ്ണയും അഴുക്കുമൊക്കെ ഇട്ടുന്ന ആ പാനും ഈ പാനും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. വളരെ പുത്തൻ പോലെയായി നമ്മളുടെ പാൻ. അവിടുത്തെ അഴുക്കൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടി. കണ്ടോ, അതാണ് നമ്മളുടെ കോൾഗേറ്റിൻ്റെ പ്രത്യേകത. കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിച്ച് നമുക്കിതുപോലെയൊക്കെ കിച്ചണിൽ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. കോൾഗേറ്റും വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി ചേർന്നാൽ തകർപ്പനാണ്. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. കോൾഗേറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ഈ നോൺ സ്റ്റിക്ക് പാൻ ഇതുപോലെ വൃത്തിയാക്കിയെടുക്കാം. ഓക്കേ.